ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിജയ് തോമസ്, ബാബാമി യൂട്യൂബ് ചാനലിൽ നിന്നൊരു പുതിയ വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും കമന്റും ചെയ്യുക, പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗത്തെ പറ്റി ഒരു അധ്യക്ഷൻ ആ പ്രസംഗത്തിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു അധ്യക്ഷനാകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. അധ്യക്ഷനായിരിക്കുന്ന വ്യക്തിക്ക് ഏതൊരു പ്രോഗ്രാമിലായാലും ആ പ്രോഗ്രാമിനെ പറ്റി ഒട്ടുമുക്ക കാര്യങ്ങളും അറിയാവുന്നൊരു വ്യക്തിയാണ്. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അധ്യക്ഷന് പ്രസംഗം ഏറ്റെടുത്തിട്ട് നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ അതിന് പകരം പുതിയതായിട്ടൊരു വ്യക്തി അധ്യക്ഷനാകേണ്ടി വന്നാൽ ആ വ്യക്തി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ യോഗത്തെയും ആ യോഗത്തെക്കുറിച്ച് അതിന്റെ ഫുൾ നിയന്ത്രണവും അധ്യക്ഷനുള്ളതായിരിക്കും. അതായത് യോഗത്തിന്റെ മുഴുവൻ ചുമതലയും ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് അധ്യക്ഷൻ. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ഒരു അധ്യക്ഷ പ്രസംഗം നടത്താനെ കൊണ്ടുള്ള കഴിവ് ആ വ്യക്തിക്കുണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞ് തുടക്കം തൊട്ട് അവസാനം വരെ സ്റ്റേജിൽ നിന്ന് പോകാതിരിക്കുക. സദസ്സിനെയും സദസ്സിലുള്ളവരെയും അതുപോലെ തന്നെ പ്രസംഗിക്കാനെ കൊണ്ട് ആരൊക്കെയാണോ വന്നിരിക്കുന്നത് അവരെ പറ്റിയും പറയാനെ കൊണ്ടുള്ള കാര്യങ്ങൾ സ്റ്റേജിൽ പ്രസംഗത്തിനോടൊപ്പം പറഞ്ഞിരിക്കണം, മനസ്സിലാക്കി കൊടുക്കണം ആരാണെന്നുള്ളതിനെ പറ്റി. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തിരിക്കുന്നത്, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനിരിക്കുന്നത്, ഇനി എന്താണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുള്ള അതിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി ആ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗത്തിന് വേണ്ടി നമ്മൾ ആരെയൊക്കെയാണോ വിശിഷ്ട അതിഥികളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെയൊക്കെ പേരുകൾ പറയാൻ മറക്കരുത്. അവരുടെ നില എന്തൊക്കെയാണ്, അവരിപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, അവരെന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എവിടുന്നാണ് അവരെത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം പറയാൻ മറക്കരുത്. ഇനി അഞ്ചാമത്തെ കാര്യം, നമ്മൾ ആരെങ്കിലും പ്രസംഗിക്കുന്നതിന് മുന്നേ വ്യക്തികളെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ആ വ്യക്തികളെ പറയാനെ കൊണ്ട് മറക്കരുത്. നിയന്ത്രണം മുഴുവൻ നമ്മുടെ കയ്യിലായിരിക്കും. അത് അതിൻ്റെതായ ഉത്തരവാദിത്വത്തിൽ നടത്തണം. അതുപോലെ തന്നെ നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എന്തൊക്കെയാണോ ആ വിഷയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ അവിടെ ഇരിക്കുന്ന സകല ആൾക്കാർക്കും മനസ്സിലാകുന്ന രീതിയിൽ പ്രസംഗിച്ചിട്ട് വളരെ കൃത്യതയോടുകൂടി മാത്രമേ നമ്മൾ ആ സ്റ്റേജ് വിട്ടിറങ്ങി പോകാവുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കണം, തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ സ്റ്റേജിലുണ്ടായിരിക്കണം. പ്രോഗ്രാം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ സ്റ്റേജ് വിട്ടു പോകാവുള്ളൂ. നിയന്ത്രണങ്ങളുടെ മുഴുവൻ വ്യക്തിയും നമ്മൾ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്നുള്ളതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. നമ്മളാണ് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി, മുഴുവൻ ചുമതലയും നമ്മുടെ കയ്യിലാണ്. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെപ്പറ്റി നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം. ഒരു കൃത്യമായ കാര്യങ്ങളായിരിക്കണം അവിടെ പറയാനൊക്കെ ഉള്ളത്. ഈ പ്രോഗ്രാമിൽ എന്തൊക്കെയാണോ ഇത്രയും നാൾ നടന്നിട്ടുള്ളത്, അതുപോലെ ഇനി എന്താണോ നടക്കാൻ പോകുന്നത്, അതിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ് പറയണം. ആ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രസംഗം അവസാനിപ്പിക്കാവുള്ളൂ. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വളരെ വ്യക്തമായ രീതിയിൽ മനുഷ്യന്റെ മുന്നിൽ നമ്മുടെ അധ്യക്ഷ പ്രസംഗം നടത്തി അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പോകാവുള്ളൂ. അതാണ് ഒരു അധ്യക്ഷനായിട്ടുള്ള വ്യക്തിക്ക് നേരത്തെ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞതൊക്കെ. അപ്പോൾ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി നമ്മൾ സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അല്ലെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലെങ്കിലും ഒക്കെ നിന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കർമ്മം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മളെന്താണോ ഉദ്ദേശിച്ചത് അത് നിർത്തി നമ്മളങ്ങ് തിരിച്ചു പോകുന്നതല്ല നമ്മുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അധ്യക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ്. അവസാനം കഴിയുമെങ്കിൽ ആ പ്രോഗ്രാമിന് ഒരു നന്ദി പ്രസംഗം കൂടെ നടത്തിയിട്ട് സ്റ്റേജ് വിട്ടു പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മെയിനായിട്ട് 5 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മളാണ് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി, അതുപോലെ തന്നെ സകല നിയന്ത്രണങ്ങളും സകല ചുമതലകളും നമുക്കുള്ളതാണ്. അതെല്ലാം പറയേണ്ടതായ രീതിയിൽ തന്നെ പറഞ്ഞിരിക്കണം. മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പ്രസംഗിച്ചിരിക്കണം. വരുന്ന വ്യക്തികളെ എല്ലാവരെയും നല്ല രീതിയിൽ സ്വീകരിച്ച് അതേപോലെ തന്നെ പോകുന്ന സമയം വരെ, തിരിച്ചു പോകുന്നിടം വരെ, പ്രോഗ്രാം അവസാനിക്കുന്നിടം വരെ നല്ല രീതിയിൽ പെരുമാറാനെ കൊണ്ട് നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല അധ്യക്ഷ പ്രസംഗം നടത്തി ആ സ്റ്റേജിൽ നിന്ന് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനെ നല്ലതാക്കി വിജയിപ്പിക്കാനൊക്കെ സാധിക്കും.